ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സാം ഫോക്കസിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് മോഡൽ ടെസ്റ്റ് സീരീസ് പാർട്ട് 11. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2020 ഏത് വിഭാഗത്തിലെ നോബൽ സമ്മാനമാണ് 2 സ്ത്രീകൾ പങ്കുവഹിച്ചത്? ഓപ്ഷൻ എ ഭൗതിക ശാസ്ത്രം, ബി രസതന്ത്രം, സി സാമ്പത്തിക ശാസ്ത്രം, ഡി വൈദ്യശാസ്ത്രം. ആൻസർ ഓപ്ഷൻ ബി രസതന്ത്രം. 2020 ഓഗസ്റ്റ് 5 അയോധ്യയിൽ പുതുതായി നിർമ്മിക്കുന്ന രാമക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് ആരായിരുന്നു? ഓപ്ഷൻ എ രാംനാഥ് കോവിന്ദ്, ബി അമിത് ഷാ, സി യോഗി ആദിത്യനാഥ്, ഡി നരേന്ദ്രമോദി. ആൻസർ ഓപ്ഷൻ ഡി നരേന്ദ്രമോദി. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ അച്ഛൻ പിറന്ന വീട് എന്ന കൃതി രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ വി മധുസൂദനൻ നായർ, ബി പ്രഭാവർമ്മ, സി ഏഴാച്ചേരി രാമചന്ദ്രൻ, ഡി സക്കറിയ. ആൻസർ ഓപ്ഷൻ എ വി മധുസൂദനൻ നായർ. 2020 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി ആയിരുന്ന ജെയിർ ബോൾസനാരോ ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റാണ്? ഓപ്ഷൻ എ ചിലി, ബി അർജന്റീന, സി ബ്രസീൽ, ഡി സ്പെയിൻ. ആൻസർ ഓപ്ഷൻ സി ബ്രസീൽ. 5. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ വ്യാപാരം നടത്താൻ അനുമതി നൽകിയ മുഗൾ ഭരണാധികാരി ആരാണ്? ഓപ്ഷൻ എ അക്ബർ, ബി ഷാജഹാൻ, സി ജഹാംഗീർ, ഡി ഹുമയൂൺ. ആൻസർ ഓപ്ഷൻ സി ജഹാംഗീർ. 6. തിരുവിതാംകൂറിൽ ദിവാൻ്റെ ചുമതല വഹിച്ച ആദ്യത്തെ യൂറോപ്യൻ ആരായിരുന്നു? ഓപ്ഷൻ എ എം ഇ വാട്ട്സ്, ബി കേണൽ ജോൺ മൺറോ, സി തോമസ് ഓസ്റ്റിൻ, ഡി എ ആർ നാപ്പ്. ആൻസർ ഓപ്ഷൻ ബി കേണൽ ജോൺ മൺറോ. 7. സാധുജന പരിപാലന സംഘം സ്ഥാപിതമായത് ഏത് വർഷമാണ്? ഓപ്ഷൻ എ 1907, ബി 1904, സി 1905, ഡി 1913. ആൻസർ ഓപ്ഷൻ എ 1907. 8. ഡോക്ടർ കെ ബി മേനോൻ താഴെ നൽകിയവയിൽ ഏത് സംഭവവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ മൊറാഴ സമരം, ബി തളിക്ഷേത്ര സമരം, സി കീഴരിയൂർ ബോംബ് കേസ്, ഡി ഉപ്പ് സത്യാഗ്രഹം. ആൻസർ ഓപ്ഷൻ സി കീഴരിയൂർ ബോംബ് കേസ്. 9. 1941 നിലവിൽ വന്ന കൊച്ചി രാജ പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യത്തെ വാർഷിക സമ്മേളനം നടത്താൻ തീരുമാനിച്ച സ്ഥലം? ഓപ്ഷൻ എ കൊച്ചി, ബി ഇരിങ്ങാലക്കുട, സി തൃപ്പൂണിത്തുറ, ഡി ആലുവ. ആൻസർ ഓപ്ഷൻ ബി ഇരിങ്ങാലക്കുട. 10. താഴെ കൊടുത്തിരിക്കുന്നവയിൽ യൂണിവേഴ്സൽ ഗേറ്റ് ഏതാണ്? ഓപ്ഷൻ എ എൻഓർ ഗേറ്റ്, ബി ഓർ ഗേറ്റ്, സി നോട്ട് ഗേറ്റ്, ഡി ആൻഡ് ഗേറ്റ്. ആൻസർ ഓപ്ഷൻ എ നോർ ഗേറ്റ്. 11. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ രാജവംശം ഏതായിരുന്നു? ഓപ്ഷൻ എ നീലേശ്വരം, ബി മഞ്ചേശ്വരം, സി കുമ്പള, ഡി അറയ്ക്കൽ. ആൻസർ ഓപ്ഷൻ സി കുമ്പള. 13. 1911 ബോംബെ ആസ്ഥാനമായി സോഷ്യൽ സർവീസ് ലീഗ് സ്ഥാപിച്ചത് ആരായിരുന്നു? ഓപ്ഷൻ എ എം ജി റാനഡെ, ബി ബാലഗംഗാധര തിലകൻ, സി എൻ എം ജോഷി, ഡി ഗോപാലകൃഷ്ണ ഗോഖലെ. ആൻസർ ഓപ്ഷൻ സി എൻ എം ജോഷി. 14. 1929 എവിടെ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് കോൺഗ്രസിൻ്റെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചത്? ഓപ്ഷൻ എ കറാച്ചി, ബി ലാഹോർ, സി ബോംബെ, ഡി നാഗ്പൂർ. ആൻസർ ഓപ്ഷൻ ബി ലാഹോർ. 15. ഇന്ത്യയിലെ ഏത് വൈസ്രോയിയെ വധിക്കാൻ നടത്തിയ ഗൂഢാലോചനയാണ് ഡൽഹി കോൺസ്പിറസി എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ മയോ പ്രഭു, ബി ലിൻലിത്ഗോ പ്രഭു, സി കാനിങ് പ്രഭു, ഡി ഹാർഡിഞ്ച് പ്രഭു. ആൻസർ ഓപ്ഷൻ ഡി ഹാർഡിഞ്ച് പ്രഭു. 16. മൗണ്ട് എറിബസ് എന്ന സജീവ അഗ്നിപർവ്വതം ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ആഫ്രിക്ക, ബി അന്റാർട്ടിക്ക, സി യൂറോപ്പ്, ഡി തെക്കേ അമേരിക്ക. ആൻസർ ഓപ്ഷൻ ബി അന്റാർട്ടിക്ക. 17. 1990 RS ബിഷ്ടിൻ്റെ നേതൃത്വത്തിൽ ഖനനം ആരംഭിച്ച ഗുജറാത്തിലെ സിന്ധു നദീതട സംസ്കാര കേന്ദ്രം ഏതാണ്? ഓപ്ഷൻ എ ലോത്തൽ, ബി കാലിബംഗൻ, സി
ബനവാലി, ഡി ധോളവീര. ആൻസർ ഓപ്ഷൻ ഡി ധോളവീര. 18. സ്നെൽസ് നിയമം ഏത് പ്രതിഭാസവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ പ്രതിഫലനം, ബി പ്രകീർണനം, സി അപവർത്തനം, ഡി ഡിഫ്രാക്ഷൻ. ആൻസർ ഓപ്ഷൻ സി അപവർത്തനം. 19. താഴെ കൊടുത്തവയിൽ ഏതാണ് കലാമിൻ ലോഷനിൽ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ സിങ്ക് ഓക്സൈഡ്, ബി സോഡിയം സൾഫേറ്റ്, സി കാൽസ്യം ഓക്സൈഡ്, ഡി മഗ്നീഷ്യം ഡയോക്സൈഡ്. ആൻസർ ഓപ്ഷൻ എ സിങ്ക് ഓക്സൈഡ്. 20. 1985 ബീർബൽനാഥ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം രൂപം കൊണ്ടത് ഏതാണ്? ഓപ്ഷൻ എ CBI, ബി NSG, സി റോ, ഡി SPG. ആൻസർ ഓപ്ഷൻ ഡി SPG. 21. ഭാരതത്തിൻ്റെ പുതിയ പതാക നയം നിലവിൽ വന്നത് ഏത് വർഷമാണ്? ഓപ്ഷൻ എ 2000, ബി 2002, സി 2004, ഡി 2001. ആൻസർ ഓപ്ഷൻ ബി 2002. 22. ഇൻ സെർച്ച് ഓഫ് ഗാന്ധി എന്ന വിഖ്യാത കൃതി രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ റിച്ചാർഡ് ആറ്റൻബറോ, ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, സി ലൂയി ഫിഷർ, ഡി RK നാരായൺ. ആൻസർ ഓപ്ഷൻ എ റിച്ചാർഡ് ആറ്റൻബറോ. 23. ഏത് വൈറ്റമിനാണ് പാൻടോത്തനിക് ആസിഡ് എന്നുകൂടി അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ജീവകം B3, ബി ജീവകം B5, സി ജീവകം B7, ഡി ജീവകം B9. ആൻസർ ഓപ്ഷൻ ബി ജീവകം B5. 24. ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിക് പര്യവേഷണ കേന്ദ്രം ഏതാണ്? ഓപ്ഷൻ എ ഹിമാദ്രി, ബി ഭാരതി, സി ഗംഗോത്രി, ഡി മൈത്രി. ആൻസർ ഓപ്ഷൻ എ ഹിമാദ്രി. 25. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന വേളയിൽ ഒഡീഷയുടെ തലസ്ഥാനം ഏതായിരുന്നു? ഓപ്ഷൻ എ ഭുവനേശ്വർ, ബി ബാലസോർ, സി കട്ടക്ക്, ഡി റൂർക്കേല. ആൻസർ ഓപ്ഷൻ സി കട്ടക്ക്. 26. താഴെ നൽകിയവയിൽ ഏതാണ് കമ്പ്യൂട്ടർ സയൻസിലെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഗോഡൽ പ്രൈസ്, ബി പ്രിറ്റ്സ്കർ പ്രൈസ്, സി സീമൻസ് പ്രൈസ്, ഡി ട്യൂറിംഗ് പ്രൈസ്. ആൻസർ ഓപ്ഷൻ ഡി ട്യൂറിംഗ് പ്രൈസ്. 27. 1961 പീറ്റർ ബെൻസൺ സ്ഥാപിച്ച ആഗോള സംഘടന ഏതാണ്? ഓപ്ഷൻ എ ലയൺസ് ക്ലബ്, ബി ആംനസ്റ്റി ഇൻ്റർനാഷണൽ, സി റോട്ടറി ക്ലബ്, ഡി ഗ്രീൻ പീസ്. ആൻസർ ഓപ്ഷൻ ബി ആംനസ്റ്റി ഇൻ്റർനാഷണൽ. 28. ഫുർമിനോളജി എന്തിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ്? ഓപ്ഷൻ എ സുനാമി, ബി കൊടുങ്കാറ്റ്, സി ഇടിമിന്നൽ, ഡി അഗ്നിപർവ്വത സ്ഫോടനം. ആൻസർ ഓപ്ഷൻ സി ഇടിമിന്നൽ. 29. പ്രശസ്തമായ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് മാസത്തിലാണ്? ഓപ്ഷൻ എ ജൂലൈ, ബി ഓഗസ്റ്റ്, സി സെപ്റ്റംബർ, ഡി ഒക്ടോബർ. ആൻസർ ഓപ്ഷൻ ബി ഓഗസ്റ്റ്. 30. എറണാകുളം ജില്ലയിൽ വാഴക്കുളം ഏതിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടാണ് പ്രസിദ്ധമായിരിക്കുന്നത്? ഓപ്ഷൻ എ കൈതച്ചക്ക, ബി എള്ള്, സി കരിമ്പ്, ഡി ഏലം. ആൻസർ ഓപ്ഷൻ എ കൈതച്ചക്ക. 31. ഇന്ത്യൻ നിയമനിർമ്മാണ സഭയിൽ കൊച്ചിയെ പ്രതിനിധീകരിച്ച ഒരേയൊരു മലയാളി ആരാണ്? ഓപ്ഷൻ എ പനമ്പള്ളി ഗോവിന്ദമേനോൻ, ബി CP കരുണാകര മേനോൻ, സി ലക്ഷ്മി N മേനോൻ, ഡി PS നടരാജപിള്ള. ആൻസർ ഓപ്ഷൻ ഡി PS നടരാജപിള്ള. 32. 1974 35 ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ അസോസിയേറ്റ് സ്റ്റേറ്റ് പദവി നേടിയ പ്രദേശം ഏതാണ്? ഓപ്ഷൻ എ മേഘാലയ, ബി ത്രിപുര, സി ഗോവ, ഡി സിക്കിം. ആൻസർ ഓപ്ഷൻ ഡി സിക്കിം. 33. സോൺ നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻ എ നർമ്മദ, ബി ഗംഗ, സി സിന്ധു, ഡി ഗോദാവരി. ആൻസർ ഓപ്ഷൻ ബി ഗംഗ. 34. 2 യുദ്ധങ്ങൾക്ക് സാക്ഷിയായ തറൈൻ ഇന്ന് ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ്? ഓപ്ഷൻ എ ഉത്തർപ്രദേശ്, ബി മധ്യപ്രദേശ്, സി ബീഹാർ, ഡി ഹരിയാന. ആൻസർ ഓപ്ഷൻ ഡി ഹരിയാന. 35. 1946 സെപ്റ്റംബറിൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ഇടക്കാല സർക്കാരിൻ്റെ തലവൻ ആരായിരുന്നു? ഓപ്ഷൻ എ വേവൽ പ്രഭു, ബി മൗണ്ട് ബാറ്റൻ പ്രഭു, സി ജവഹർലാൽ നെഹ്റു, ഡി സി രാജഗോപാലാചാരി. ആൻസർ ഓപ്ഷൻ എ വേവൽ പ്രഭു.
2013 സമുദ്ര പഠനത്തിനായി വിക്ഷേപിച്ച സരൽ ഇന്ത്യയുടെയും ഏത് രാജ്യത്തിൻ്റെയും സംയുക്ത സംരംഭമാണ്? ഓപ്ഷൻ എ ഫ്രാൻസ്, ബി ജപ്പാൻ, സി US, ഡി സ്പെയിൻ. ആൻസർ ഓപ്ഷൻ എ ഫ്രാൻസ്. 37 2018 പ്രളയകാലത്ത് കേരളത്തിൽ ഏത് സേനാ വിഭാഗം നടത്തിയ രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ കരുണ? ഓപ്ഷൻ എ കരസേന, ബി വ്യോമസേന, സി നാവികസേന, ഡി ദേശീയ ദുരന്ത പ്രതികരണ സേന. ആൻസർ ഓപ്ഷൻ ബി വ്യോമസേന. 38 കേരളത്തിലെ ഏത് സാംസ്കാരിക സ്ഥാപനത്തിൻ്റെ ആസ്ഥാനമാണ് നളന്ദ? ഓപ്ഷൻ എ കേരള സാഹിത്യ അക്കാദമി, ബി കേരള ഗ്രന്ഥശാല സംഘം, സി മലയാളം സർവകലാശാല, ഡി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. ആൻസർ ഓപ്ഷൻ ഡി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. 39 ദേവി അഹല്യഭായി ഹോൾക്കർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഏത് നഗരത്തിലാണ്? ഓപ്ഷൻ എ ഭോപ്പാൽ, ബി ഇൻഡോർ, സി ഉദയ്പൂർ, ഡി നാഗ്പൂർ. ആൻസർ ഓപ്ഷൻ ബി ഇൻഡോർ. 40 തമിഴ്നാടുമായും കർണാടകയുമായും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേയൊരു താലൂക്ക് ഏതാണ്? ഓപ്ഷൻ എ വെള്ളരിക്കുണ്ട്, ബി ഇരിട്ടി, സി സുൽത്താൻ ബത്തേരി, ഡി മഞ്ചേശ്വരം. ആൻസർ ഓപ്ഷൻ സി സുൽത്താൻ ബത്തേരി. 41 രാത്രിയസ്മയങ്ങൾ കാണപ്പെടുന്നത് അന്തരീക്ഷത്തിലെ ഏതു പാളിയിലാണ്? ഓപ്ഷൻ എ അയണോസ്ഫിയർ, ബി മീസോസ്ഫിയർ, സി എക്സോസ്ഫിയർ, ഡി സ്ട്രാറ്റോസ്ഫിയർ. ആൻസർ ഓപ്ഷൻ ഡി സ്ട്രാറ്റോസ്ഫിയർ. 42 ആവർത്തന പട്ടികയിലെ എസ് ബ്ലോക്കിൽ നിലകൊള്ളുന്ന ഏക അലോഹം ഏതാണ്? ഓപ്ഷൻ എ സെലീനിയം, ബി ഓക്സിജൻ, സി ഹൈഡ്രജൻ, ഡി നൈട്രജൻ. ആൻസർ ഓപ്ഷൻ സി ഹൈഡ്രജൻ. 43 1957 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ ആരായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി? ഓപ്ഷൻ എ കെ ഗോപാലൻ, ബി പി കൃഷ്ണപിള്ള, സി EMS നമ്പൂതിരിപ്പാട്, ഡി എൻ ഗോവിന്ദൻ നായർ. ആൻസർ ഓപ്ഷൻ ഡി എൻ ഗോവിന്ദൻ നായർ. 44 രാജ്യത്തെ പരമോന്നത കായിക ബഹുമതിയായ രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ വനിത ആരായിരുന്നു? ഓപ്ഷൻ എ കർണം മല്ലേശ്വരി, ബി ജ്യോതിർമയി സിക്ദർ, സി KM ബീന മോൾ, ഡി PT ഉഷ. ആൻസർ ഓപ്ഷൻ എ കർണം മല്ലേശ്വരി. 45 ഇമെയിൽ വിലാസത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കാൻ തുടങ്ങിയത് താഴെ തന്നിരിക്കുന്നതിൽ ഏത് വർഷം മുതലാണ്? ഓപ്ഷൻ എ 1984, ബി 1982, സി 1976, ഡി 1972. ആൻസർ ഓപ്ഷൻ ഡി 1972. 46 സേഫ്റ്റി വയർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ടിന്നിൻ്റെയും ലെഡിൻ്റെയും ലോഹസങ്കരം ഏതാണ്? ഓപ്ഷൻ എ സിലുമിൻ, ബി സോൾഡർ, സി ക്രോസ് സ്റ്റീൽ, ഡി ഇൻബാർ. ആൻസർ ഓപ്ഷൻ ബി സോൾഡർ. 47 ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ഏക പൗരത്വം എന്ന ആശയം കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഓപ്ഷൻ എ ബ്രിട്ടൻ, ബി കാനഡ, സി ദക്ഷിണാഫ്രിക്ക, ഡി അയർലൻഡ്. ആൻസർ ഓപ്ഷൻ എ ബ്രിട്ടൻ. 48 1945 UN കോൺഫറൻസിൽ പങ്കെടുക്കാതെ ചാർട്ടറിൽ ഒപ്പുവെച്ച് 51ാം സ്ഥാപക അംഗമായ രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ഗ്രീസ്, ബി പെറു, സി പരാഗ്വേ, ഡി പോളണ്ട്. ആൻസർ ഓപ്ഷൻ ഡി പോളണ്ട്. 49 കേരള ലോട്ടറിയിലെ ആദ്യ നറുക്കെടുപ്പിലെ ഒന്നാം സമ്മാനത്തുക എത്രയായിരുന്നു? ഓപ്ഷൻ എ 1 ലക്ഷം, ബി 25,000, സി 50,000, ഡി 10,000. ആൻസർ ഓപ്ഷൻ സി 50,000. 50 സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം 1948 ഡിസംബർ 10 എവിടെയാണ് നടന്നത്? ഓപ്ഷൻ എ ന്യൂയോർക്ക്, ബി പാരീസ്, സി ലണ്ടൻ, ഡി ജനീവ. ആൻസർ ഓപ്ഷൻ ബി പാരീസ്. 51 ഗൗരവം വിപരീതമേത്? ഓപ്ഷൻ എ സഗൗരവം, ബി ലളിതം, സി ലാഘവം, ഡി ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ സി ലാഘവം. 52 ഏട്ടിലെ പശു എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ എ പ്രയോജനമില്ലാത്ത വസ്തു, ബി വീട്ടിലെ പശു, സി കറവറ്റ പശു, ഡി കറവപ്പശു. ആൻസർ ഓപ്ഷൻ എ
പ്രയോജനമില്ലാത്ത വസ്തു. 53. കൊലയാന ഉള്ളപ്പോൾ കുഴിയാന മതിക്കുക. പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത്. ഓപ്ഷൻ എ കൊലയാന മതിക്കുന്നു. ബി ബലവാനിരിക്കെ ദുർബലൻ ശക്തി പ്രകടനം നടത്തുക. സി ദുർബലൻ ശക്തി കാണിക്കുന്ന അവസ്ഥ. ഡി ബലവാനെ ദുർബലൻ പരാജയപ്പെടുത്തുന്നു. ആൻസർ ഓപ്ഷൻ ബി ബലവാനിരിക്കെ ദുർബലൻ ശക്തി പ്രകടനം നടത്തുക. 54. സമാന പദം ഏത്? അങ്കുശം. ഓപ്ഷൻ എ വായു. ബി മേഘം. സി തോട്ടി. ഡി രശ്മി. ആൻസർ ഓപ്ഷൻ ബി മേഘം. 55. ഋഷിയെ സംബന്ധിച്ചത് എന്നത് ഒറ്റപ്പദമാക്കിയാൽ. ഓപ്ഷൻ എ ആർഷികം. ബി ആർഷം. സി ഋഷഭം. ഡി ഋഷകം. ആൻസർ ഓപ്ഷൻ ബി ആർഷം. 56. ചേതന യോജിക്കാത്തത് ഏത്? ഓപ്ഷൻ എ ജീവൻ. ബി ബുദ്ധി. സി ജ്ഞാനം. ഡി പതാക. ആൻസർ ഓപ്ഷൻ ഡി പതാക. 57. കട്ട് നോട്ട് ദ ബഫ്, യൂസ് ഇറ്റ് അപ്പോൺ. ശരിയായ തർജ്ജമ. എ ഇരിക്കുന്നതിന് മുൻപ് കാല് നീട്ടരുത്. ബി ഇരുന്നിട്ടേ കാല് നീട്ടാവൂ. സി ഇരിക്കും കൊമ്പ് മുറിക്കരുത്. ഡി ഇരിക്കുന്നവൻ കൊമ്പ് മുറിക്കരുത്. ആൻസർ ഓപ്ഷൻ സി ഇരിക്കും കൊമ്പ് മുറിക്കരുത്. 58. ചുട്ടെഴുത്ത് എന്നാൽ. ഓപ്ഷൻ എ ചുരുക്കെഴുത്ത്. ബി ചുവടെയുള്ള എഴുത്ത്. സി ചിട്ടയായ എഴുത്ത്. ഡി ചൂണ്ടിപ്പറയുന്ന എഴുത്ത്. ആൻസർ ഓപ്ഷൻ ഡി ചൂണ്ടിപ്പറയുന്ന എഴുത്ത്. 59. സംജ്ഞാനാമത്തിന് ഉദാഹരണമായ പദം. ഓപ്ഷൻ എ നക്ഷത്രം. ബി പർവ്വതം. സി രാജ്യം. ഡി ഗംഗ. ആൻസർ ഓപ്ഷൻ ഡി ഗംഗ. 60. ഭാഷിക വിനയച്ചത്തിന് ഉദാഹരണം. ഓപ്ഷൻ എ വന്നാൽ കാണാം. ബി ഓടവേ കണ്ടു. സി ജയിക്കാൻ കഴിഞ്ഞു. ഡി പറഞ്ഞുപോയി. ആൻസർ ഓപ്ഷൻ എ വന്നാൽ കാണാം. Questions 61 and 62. Pick out the error part in the sentence if there is any. 61. I might watch. Option A this program. B it's supposed to be very interesting. C no error. D ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഐ മൈറ്റ് വാച്ച്. ഇതാണ് ഇതിലെ എറർ പാർട്ട്. 62. ടോക്സ് വിൽ ബി ഹോൾഡ്. ഓപ്ഷൻ എ ഇൻ ലണ്ടൻ. ബി നെക്സ്റ്റ് വീക്ക്. സി നോ എറർ. ഡി ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ടോക്സ് വിൽ ബി ഹോൾഡ്. ഇതിൽ പാട്ടിലെ എറർ പാർട്ടാണ് ടോക്സ് വിൽ ബി ഹോൾഡ്. 63. ദ ഫെമിനിൻ ജെൻഡർ ഓഫ് ബുള്ളോക്ക് ഈസ് എ ഡാഷ്. ഓപ്ഷൻ എ ബെല്ലി. ബി ഹൈഫർ. സി കൗ. ഡി വിക്സൺ. ആൻസർ ഓപ്ഷൻ ബി ഹൈഫർ. 64. പിക്ക് ഔട്ട് ദ ഓപ്പോസിറ്റ് ഓഫ് പെയിൽ. ഓപ്ഷൻ എ ഫോളി. ബി സോസി. സി ഷാഡി. ഡി റെഡി ഓർ റൂഡി. ആൻസർ ഓപ്ഷൻ ഡി റൂഡി. 65. ബോൺ ഓഫ് മാരീഡ് പേരൻസ് ഈസ് ഡാഷ്. ഓപ്ഷൻ എ ലെജിബിൾ. ബി എലിജിബിൾ. സി എഡിബിൾ. ഡി ലെജിറ്റിമേറ്റ്. ആൻസർ ഓപ്ഷൻ ഡി ലെജിറ്റിമേറ്റ്. 66. ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ് ഫ്രം ദ ഫോളോയിങ്. ഓപ്ഷൻ എ നെയ്തർ ഓഫ് ദ ടു പ്ലാൻസ് വാസ് അപ്രൂവ്ഡ്. ബി നെയ്തർ ഓഫ് ദ ടു പ്ലാൻ വാസ് അപ്രൂവ്ഡ്. സി നെയ്തർ ഓഫ് ദി ടു പ്ലാൻസ് were approved. D neither of the two plans are approved. Answer option A neither of the two plans was approved. 67. Choose the suitable form of the adjective. It is the important to understand what make one typeface a dash than another. Option A legibly. B more legibly. C most legible. D legible. Answer option B more legible. 68. Choose a suitable interpretation for the idiom hand and glove. Option A very friendly. B in confusion. C honestly. D entirely. Answer option A very friendly. 69. The universe dash a vast number of galaxies and it dash since its creation in the Big Bang about 30 billion years ago. Option A has contained expanded.
ബി കണ്ടെയ്ൻസ് ഹാഡ് ബീൻ എക്സ്പാൻഡിങ്, സി ഹാഡ് കണ്ടെയ്ൻഡ് ഹാഡ് എക്സ്പാൻഡഡ്, ഡി കണ്ടെയ്ൻസ് ഹാസ് ബീൻ എക്സ്പാൻഡിങ്. ആൻസർ ഓപ്ഷൻ ഡി, കണ്ടെയ്ൻസ് ഹാസ് ബീൻ എക്സ്പാൻഡിങ്. 70. Give one word substitute for one who is filled with excessive and mistaken enthusiasm about religious matters. Option A, altruist, B, atheist, C, fanatic, D, fatalist. Answer option C, fanatic. 71. The problem was dash difficult that I could not solve it. Option A, very, B, so, C, too, D, much. Answer option B, so. In which part of the question 72 and 73 is the mistake? 72. A, the feeling. B, then I say yesterday. C, was about an old man. D, was living a long time ago. Answer option D, was living a long time ago. 73. A, it was Shakespeare. B, and not no one else. C, who wrote this play. D, at the beginning of the 16th century. Answer option B, and not no one else. 74. Milk is a dash in proteins and minerals. Option A, good, B, large, C, big, D, rich. Answer option D, rich. 75. The indirect form of do you like comics? She asked me is. Option A, she asked me whether I like comics. B, she asked me whether I have liked comics. C, she asked me whether I liked comics. D, she asked me did I like comics. Answer option C, she asked me whether I liked comics. 76. They rarely speak English dash. Option A, didn't they. B, did they. C, do they. D, don't they. Answer ഓപ്ഷൻ സി, ഡു ദേ. ഇത് ക്വസ്റ്റ്യൻ ടാഗാണ്. അടുത്ത 77. ഡാഷ് ഐ വുഡ് ഹാവ് ബോട്ട് എ ഫെറാറി. ഓപ്ഷൻ എ, ഇഫ് ഐ ഹാഡ് എനഫ് മണി. ബി, ഇഫ് ഐ ഹാഡ് എനഫ് മണി. സി, ഇഫ് ഐ വുഡ് ഹാവ് എനഫ് മണി. ഡി, ഇഫ് ഐ വുഡ് ഹാഡ് എനഫ് മണി. Answer option B, if I had enough money. 78. None of the students dash their assignments. Option A, has done. B, does do. C, have done. D, was done. Answer option C, have done. 79. Most of the film stars have a passion dash fashion. Option A, at, B, to, C, in, D, for. Answer option D, for. 80. Mr. George asked her why she dash for yesterday's presentation. Option A, did not prepare well. B, had not prepared well. C, have not prepared well. D, do not prepare well. Answer option B, had not prepared well. 81. ആദ്യ സംഖ്യയുടെ 3 മടങ്ങ് രണ്ടാമത്തെ സംഖ്യയുടെ 5 മടങ്ങും ചേർന്നാൽ 67 ലഭിക്കത്തക്ക വിധം 17നെ 2 സംഖ്യകളായി ഭാഗിക്കുക. ഓപ്ഷൻ എ 4, 13. ബി 6, 11. സി 10, 7. ഡി 9, 8. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 9. അതായത് ആദ്യ സംഖ്യ എക്സ് എങ്കിൽ രണ്ടാമത്തെ സംഖ്യ എന്ന് പറയും 17 മൈനസ് എക്സ് എന്ന് വരും. അപ്പം 3x + 5 പിന്നെ ബ്രാക്കറ്റിൽ 70 മൈനസ് എക്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക =67. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എക്സിൻ്റെ വില എന്ന് പറയുന്നത് 9 കിട്ടും. ഇതിൻ്റെ ആൻസർ 9, എന്നുള്ള ഓപ്ഷൻ ഡി ആണ്. 82. 1/2 ഏത് സംഖ്യ കൂട്ടിയാൽ 0 കിട്ടും? ഓപ്ഷൻ എ 1/2. ബി
-1/2, സി 0, ഡി -1. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അത് -1, അതായത് 1/2 പ്ലസ് -1/2 എന്ന് പറയുമ്പോൾ എത്രയാവും? ബ്രാക്കറ്റിൽ അങ്ങനെ ചെയ്യുമ്പോൾ 0 എന്നുള്ള ആൻസർ കിട്ടും. 83ാമത്തെ ക്വസ്റ്റ്യൻ, √248 പ്ലസ് √52 പ്ലസ് √144 ഈസ് ഈക്വൽ ടു ഡാഷ്. ഓപ്ഷൻ എ 14, ബി 16, സി 18, ഡി 19. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 16 ആണ്. അതായത് √144 എന്ന് പറയുന്നത് 12ൻ്റെ റൂട്ടാണല്ലോ 144. അതേപോലെ തന്നെ 52 പ്ലസ് 12, അത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടല്ലോ. 52 പ്ലസ് 12 എന്ന് പറയുമ്പോൾ √64 കിട്ടും. √64 8ൻ്റെ റൂട്ടല്ലേ. അതേപോലെ തന്നെ 248 പ്ലസ് 8, അപ്പം √256 കിട്ടും. √256 എന്ന് പറയുന്നത് 16ൻ്റെ റൂട്ടാണല്ലോ. അപ്പോൾ ആൻസർ ബി എന്ന് വരും, 16. 84ാമത്തെ ക്വസ്റ്റ്യൻ, 2√5 എത്ര വലുതാണ് 7√5? ഓപ്ഷൻ എ 5√5, ബി 5, സി √5, ഡി 5 - √5. അതായത് അത് കണ്ടുപിടിക്കുന്നത് സിമ്പിളാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് കിട്ടുന്നത്. 5√5 എന്ന് കിട്ടും. അത് 7√5 മൈനസ് 2√5. അപ്പം എത്ര കിട്ടും? 5√5 എന്നോ കിട്ടും. വെരി സിമ്പിൾ ആൻസറാണത്. 85ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ക്രിക്കറ്റ് ടീമിൽ 11 കളിക്കാരുടെ ശരാശരി റൺസ് 23 ആണ്. ആദ്യത്തെ കളിക്കാരൻ 113 റൺസ് നേടിയെങ്കിൽ ബാക്കിയുള്ളവരുടെ ശരാശരി എത്ര? ഓപ്ഷൻ എ 8, ബി 12, സി 14, ഡി 27. അപ്പം എൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്. എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ 11 കളിക്കാർ നേടിയ റൺസ് എന്ന് പറയുന്നത് 23 × 11, അപ്പം 253 കിട്ടും. 10 കളിക്കാർ നേടിയ റൺസ് 253 - 1 13, അപ്പോൾ ആൻസർ 140 കിട്ടും. അപ്പോൾ ശരാശരി കാണാൻ എന്ത് ചെയ്യും? 140 ÷ 10, അപ്പം 14 എന്നുള്ള ആൻസർ കിട്ടും. 86ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സ്കൂളിൻ്റെ പ്രവർത്തന സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 3:30 വരെയാണ്. ഇതിനിടയിൽ 3 തവണയും 1.5 മണിക്കൂർ ബ്രേക്കുണ്ട്. ബ്രേക്കും പ്രവൃത്തി സമയവും തമ്മിലുള്ള അംശബന്ധം എന്ത്? ഓപ്ഷൻ എ 1:4, ബി 4:1, സി 6:1, ഡി 1:6. അതായത് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 1:4 ആണ്. അത് പ്രവൃത്തി സമയം 6 മണിക്കൂറാണ്. അപ്പം ബ്രേക്ക് 1.5 മണിക്കൂർ. അപ്പം അംശബന്ധം എന്ത് വരും? 1 × 1/2 6. അപ്പം എത്രയാണ്? 1:4 എന്ന് കിട്ടും. 87ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു പരീക്ഷയിൽ ജയിക്കാൻ 40% മാർക്ക് വേണം. 70 മാർക്ക് ലഭിച്ചൊരു കുട്ടി 10 മാർക്കിന് തോൽക്കുന്നുവെങ്കിൽ ആകെ മാർക്ക് എത്ര? ഓപ്ഷൻ എ 80, ബി 120, സി 180, ഡി 200. ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ഡി 200. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആകെ മാർക്ക് എക്സ് എന്നിരിക്കട്ടെ. എക്സിൻ്റെ 40% 80. അപ്പം എക്സ് × 14/100 = 80 വരും. അപ്പം എക്സ് × 14 = 80 × 100. അപ്പോൾ എക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 80 × 100/40 എന്ന് ചെയ്യുമ്പോൾ 200 എന്നുള്ള ആൻസർ കിട്ടും. 88ാമത്തെ ക്വസ്റ്റ്യൻ, ഒരാൾ 10% നിരക്കിൽ സാധാരണ പലിശയ്ക്ക് കുറച്ച് പണം നിക്ഷേപിക്കുന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ അയാൾക്ക് പലിശ ഉൾപ്പെടെ 4800 രൂപ തിരിച്ചു കിട്ടുന്നുവെങ്കിൽ എത്ര രൂപയാണ് നിക്ഷേപിച്ചത്? ഓപ്ഷൻ എ 4000, ബി 4200, സി 4500, ഡി 4600. അതായത് എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ 4000 കിട്ടും. അതായത് ലഭിച്ച തുക എന്ന് പറയുന്നത് മുതൽ പ്ലസ് പലിശ. അപ്പോൾ എങ്ങനെ വരും? 4800 = പി + പി × PNR എന്ന് ചെയ്യുമ്പോൾ ആൻസർ 4000 എന്നുള്ള ആൻസർ കിട്ടും.
ഇനി 89ാമത്തെ ക്വസ്റ്റ്യൻ. ഏപ്രിൽ 1 വ്യാഴാഴ്ചയാണെങ്കിൽ മെയ് 1 എന്താഴ്ചയായിരിക്കും? ഓപ്ഷൻ എ തിങ്കൾ, ബി വ്യാഴം, സി വെള്ളി, ഡി ശനി. ഇതിൻ്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഏപ്രിൽ 1 വ്യാഴം ആയതുകൊണ്ട് 7 വീതം കൂട്ടിക്കിട്ടുന്ന 8, 15, 22, 29 തീയതികൾ വ്യാഴം തന്നെയായിരിക്കും. ഏപ്രിൽ 30 എപ്പോൾ എന്തായിരിക്കും? വെള്ളിയായിരിക്കും. മെയ് 1 ശനി. ആൻസർ ഓപ്ഷൻ ഡി ശനി എന്നുള്ള ആൻസർ കിട്ടും. 90. ഒരു സമാന്തരികത്തിൻ്റെ സമീപവശങ്ങൾ 11 സെൻറ്റിമീറ്ററും 9 സെൻറ്റിമീറ്ററും വീതമായാൽ അതിൻ്റെ ചുറ്റളവ് എന്ത്? ഓപ്ഷൻ എ 20 സെൻറ്റിമീറ്റർ, ബി 22 സെൻറ്റിമീറ്റർ, സി 40 സെൻറ്റിമീറ്റർ, ഡി 32 സെൻറ്റിമീറ്റർ. അപ്പം എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 40 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അതായത് സമാന്തരത്തിൻ്റെ എതിർവശങ്ങൾ തുല്യമാണ്. അപ്പോൾ ചുറ്റളവ് 11 + 9 + 11 + 9 എന്ന് വരും. അപ്പോൾ 40 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. 91ാമത്തെ ക്വസ്റ്റ്യൻ. 12 സെൻറ്റിമീറ്റർ വശമുള്ള സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവിന് തുല്യം ചുറ്റളവുള്ള സമചതുരത്തിൻ്റെ പരപ്പളവ് എന്ത്? ഓപ്ഷൻ എ 36 സെൻറ്റിമീറ്റർ സ്ക്വയർ, ബി 48 സെൻറ്റിമീറ്റർ സ്ക്വയർ, സി 81 സെൻറ്റിമീറ്റർ സ്ക്വയർ, ഡി 27 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതായത് അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എങ്ങനെയാണ്? 12 × 3, അപ്പം 36 എന്ന് കിട്ടും. ഇത് തന്നെയാണ് സമചതുരത്തിൻ്റെ ചുറ്റളവ്. ഒരു വശം കാണാൻ 4 കൊണ്ട് ഹരിക്കണം. ഇപ്പോൾ സമചതുരത്തിൻ്റെ ഒരു വശം 9 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ പരപ്പളവ് എത്രയാണ്? 9 × 9 81 കിട്ടും. അപ്പോൾ ആൻസർ സി 81 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. 92ാമത്തെ ക്വസ്റ്റ്യൻ. 0.12 × 1.2 ഡാഷ്. ഓപ്ഷൻ എ 0.144, ബി 1.044, സി 1.104, ഡി 0.124. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ കിട്ടും. അതായത് ഇതിൽ എളുപ്പമാണ്. അതിൻ്റെ ദശാംശം ക്വസ്റ്റ്യനിൽ ദശാംശം കഴിഞ്ഞിട്ട് എത്ര സംഖ്യ ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് 3 സംഖ്യയുണ്ട്. അപ്പോൾ ആൻസറിൽ അതിൻ്റെ അനുസരിച്ച് കുത്തിട്ടാൽ മതി. 3 ദശാംശം കഴിഞ്ഞിട്ട് കുത്തിട്ടാൽ മതി. 0.144 ആൻസർ എ കിട്ടും. 93ാമത്തെ ക്വസ്റ്റ്യൻ. ശരിയായത് തിരഞ്ഞെടുക്കുക. 17, 11, 28, 39, 67 ഡാഷ്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ വരുന്നത് എ 71, ബി 93, സി 101, ഡി 106. അപ്പം ഇത് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഓരോ സംഖ്യയും തൊട്ടു പിന്നിലുള്ള 2 സംഖ്യകളുടെ തുകയാണ്. ഉദാഹരണം ഇപ്പോൾ ലാസ്റ്റത്തെ 67 കഴിഞ്ഞിട്ട് ഡാഷാണ്. അത് കണ്ടുപിടിക്കുന്നത് 39 + 67, അതായത് തൊട്ട് മുമ്പത്തുള്ള സംഖ്യകൾ തമ്മിൽ കൂട്ടുക. അപ്പം 106 കിട്ടും. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 106 ആണ്. 94 എന്ന് പറയുന്നത് 7 × 5 = 2, 6 × 8 = 4, 9 × 4 = 3 ആയാൽ 5 × 5 എത്ര? ഓപ്ഷൻ എ 3, ബി 5, സി 7, ഡി 1. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. അതായത് ഗുണനഫലത്തിലെ അക്കങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഉത്തരം. 5 × 5 25 അക്കങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 5 - 2. അപ്പോൾ എത്രയാണ്? 3 ആണ്. ആൻസർ എ എന്ന് വരും. 95ാമത്തെ ക്വസ്റ്റ്യൻ. വിട്ടുപോയത് എഴുതുക. അത് സിമ്പിളാണ്. AZY, EXW, IBU, അടുത്ത് ഡാഷാണ്. അപ്പോൾ ഓപ്ഷന് MTS, ബി MQR, സി NRQ, ഡി LSD. അപ്പോൾ ആൻസർ വന്ന ഓപ്ഷൻ എ MTS ആണ്. 96. ആദ്യത്തെ എത്ര നിസർഗ സംഖ്യകളുടെ തുകയാണ് 66? ഓപ്ഷൻ എ 9, ബി 11, സി 13, ഡി 16. അതായത് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് എങ്ങനെ നോക്കാം. ആദ്യത്തെ n നിസർഗ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n × n + 1/2 എന്ന് എല്ലാവർക്കും അറിയാം. അത് ഇപ്പോൾ അവിടെ ആൻസർ വരുമ്പം 11 × 12/2
2. അപ്പം 66 എന്നുള്ള ആൻസർ കിട്ടും. 97. ഒരു കുട്ടി സ്കൂളിൽ നിന്ന് 1 കിലോമീറ്റർ പടിഞ്ഞാറോട്ടും അവിടെ നിന്ന് 1 കിലോമീറ്റർ വലത്തോട്ടും വീണ്ടും 1 കിലോമീറ്റർ ഇടത്തോട്ടും സഞ്ചരിച്ച് വീട്ടിലെത്തുന്നു. അയാൾ അവസാനം സഞ്ചരിച്ച ദിശ ഏത്? ഓപ്ഷൻ എ വടക്ക്, ബി തെക്ക്, സി പടിഞ്ഞാറ്, ഡി കിഴക്ക്. അതായത് ഇപ്പം നമ്മൾ ആദ്യം ഒരു കുട്ടി സ്കൂളിൽ നിന്ന് 1 കിലോമീറ്റർ പടിഞ്ഞാറെന്ന് പറയുന്നു. അപ്പം ഒരു ഡയഗ്രാം വരയ്ക്കുക. അത് 1 കിലോമീറ്റർ പടിഞ്ഞാറ് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക, 1 കിലോമീറ്റർ. പിന്നെ 1 കിലോമീറ്റർ വലത്തോട്ട് എന്ന് പറയുന്നു. അപ്പോൾ നേരെ താഴോട്ട് വരയ്ക്കുക, 1 കിലോമീറ്റർ താഴോട്ട്. പിന്നെ വീണ്ടും ആ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് 1 കിലോമീറ്റർ ഇടത്തോട്ട്. അപ്പോൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വീണ്ടും വരയ്ക്കുക, 1 കിലോമീറ്റർ എന്ന് അടയാളപ്പെടുത്തുക. അപ്പോൾ ഒന്ന് ജസ്റ്റ് എക്സാമിന് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ ആദ്യം വരച്ചതിൽ എ, താഴെ എയും ബിയും അടയാളപ്പെടുത്തിയാൽ പെട്ടെന്ന് സഞ്ചരിച്ച ദിശ ഏതെന്ന് മനസ്സിലാവും. ഇതിൻ്റെ ആൻസർ പടിഞ്ഞാറാണ്, ഓപ്ഷൻ സി. 98ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ഫോട്ടോ ചൂണ്ടി അരുൺ പറഞ്ഞു, എൻ്റെ മുത്തച്ഛൻ്റെ ഏക മകൻ്റെ മകളാണിവൾ. അരുണിൻ്റെ ആരാണ് ഫോട്ടോയിൽ? ഓപ്ഷൻ എ അച്ഛൻ, ബി സഹോദരൻ, സി സഹോദരി, ഡി അമ്മ. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, അതായത് അരുണിൻ്റെ സഹോദരിയാണ് ഫോട്ടോയിൽ. 99ാമത്തെ ക്വസ്റ്റ്യൻ. ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ എ 47, ബി 57, സി 67, ഡി 97. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, അതായത് 57 മാത്രമാണ് അഭാജ്യ സംഖ്യ അല്ലാത്തത്. അതുകൊണ്ടാണ് ആൻസർ 57 കാരണം. 100ാമത്തെ ക്വസ്റ്റ്യൻ. √8 പ്ലസ് √18 ഡിവൈഡഡ് ബൈ √2 ഈസ് ഈക്വൽ ടു ഡാഷ്. ഓപ്ഷൻ എ 4, ബി 9, സി 5, ഡി 2 ആണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 5 ആണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ √8 എന്ന് പറയുന്നത് എങ്ങനെയാണ്? √4 × 2 ആണല്ലോ √8 എന്ന് പറയുന്നത്. അതിന് നമ്മൾ സിമ്പിളാക്കി 2√2 ആക്കി. അപ്പോൾ 18 വരുമ്പോൾ എത്ര വരുന്നത്? 9 × 2, √9 × 2 ആണ് √18 വരുന്നത്. അതിന് നമ്മൾ ഇതാക്കുമ്പം 3√2 എന്ന് കിട്ടും. അപ്പോൾ ആദ്യം കിട്ടിയ സംഖ്യ 2√2 പ്ലസ് 3√2 ഡിവൈഡഡ് ബൈ √2. അപ്പോൾ ആൻസർ 5√2 ഡിവൈഡഡ് ബൈ √2. അപ്പോൾ അതിനെ വെട്ടിപ്പോകുമ്പോൾ ലാസ്റ്റ് ആൻസർ 5 എന്നുള്ള ആൻസർ കിട്ടും, ഓപ്ഷൻ സി.